ജനങ്ങൾ ചുവന്ന അരിക്കായി മുറവിളി കൂട്ടിയപ്പോൾ കച്ചവടക്കാർ റെഡ് ഓക്സൈഡ് കയറ്റിവിട്ടു. അരി കഴുകിയപ്പോൾ ചുവപ്പ് കയ്യിൽ പറ്റിയ ജനം തട്ടിപ്പ് തിരിച്ചറിഞ്ഞു. അങ്ങനെ അരി വ്യവസായികൾ കൂട്ടമായി ചിന്തിച്ച് വെള്ളത്തിൽ പോലും പടരാത്ത ചുവപ്പ് കൊണ്ടുവന്നു. ഇരട്ടി വിഷം അകത്തായാലും നമ്മൾ ഹാപ്പി. പ്രാദേശിക വിഭവങ്ങളായിരുന്നു ഒരിക്കൽ നമ്മുടെ കറികളൊക്കെ. മുരിങ്ങയില, ചേമ്പിൻ തണ്ട്, താള്, ചീര, കാച്ചിൽ, കപ്പ, തേങ്ങാ ചമ്മന്തി തുടങ്ങി പലതും രുചിയുള്ള കറിക്കൂട്ടുകളായിരുന്നു. ഇന്ന് ജനം കൂടി, ഭൂമി കൂടിയില്ല, കൃഷിസ്ഥലം കുറഞ്ഞു, പണലഭ്യത കൂടി, കുറെ തിന്നു തീർത്തേ മതിയാകൂ. ഇലയും പൂവും തിന്നാൻ ആരെയും കിട്ടുന്നില്ല. അങ്ങനെ ആഗോള രുചികൾ ഇവിടെയും നിലവിൽ വന്നു. ഇന്നിപ്പോൾ പാലായിലും എറണാകുളത്തും കോഴിക്കോടുമുള്ള കടകളിലെ ചിക്കൻ ഫ്രൈയുടെ കൂട്ടിന്റെ മണം ഒന്ന് തന്നെയാണ്. അമേരിക്കയിൽ തട്ടുകടയുണ്ടെങ്കിൽ അവിടെയും ഇതേ മണം തന്നെ. അങ്ങനെ രുചി ഒരു വ്യാപാര ചരക്കായി മാറി. നാം അതിന്റെ ഭാഗമായി. സാധാരണ ഗോതമ്പ് പൊടിയിൽ റൊട്ടി ഉണ്ടാക്കിയാൽ ആർക്കും വേണ്ട. വൻകിട കമ്പനികളുടെ ബ്രാൻഡുള്ള റൊട്ടിയാണ് നമുക്ക് പ്രിയം. കെമിക്കലിന്റെ ബലത്തിൽ അത് സ്പോഞ്ച് പോലിരിക്കും. മിനുസം കിട്ടാൻ ഗ്ലൈസിംഗ് ഏജന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പെട്രോളിയം ജെല്ലിയുടെ വകഭേദങ്ങൾ വരെ ഉപയോഗിക്കാറുണ്ട് അത്രയും.